നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർവതി തിരുവോത്ത് നമുക്കെല്ലാവർക്കും അറിയാം, ഭയങ്കരമായിട്ടുള്ളൊരു നടിയാണ്. അതുമാത്രവുമല്ല, ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഒരുപക്ഷെ വിവാദങ്ങളിലൂടെ മാത്രമാണ് അവരുടെ ചാൻസുകളെല്ലാം അവർ കളഞ്ഞു കുളിച്ചത്. നല്ല ഉയരത്തിലേക്ക് വരുന്ന സമയത്ത് വെറുതെ ഇരിക്കുമ്പോഴാണ് മമ്മൂക്കാനെ പിടിച്ചങ്ങ് ചൊറിയുന്നത്. നമുക്ക് ഒരുപാട് പേർക്ക് അത് വിഷമമുള്ള സംഭവം തന്നെയായിരുന്നു. അതായത് മമ്മൂക്ക അങ്ങ് ഫീൽഡ് ഔട്ട് ആക്കി കളയാം എന്ന് കുറേ ആൾക്കാർ ചേർന്നങ്ങ് വിചാരിക്കുകയാണ്. ഇവർ തമ്മിൽ കുറച്ച് ആൾക്കാർ അവരൊക്കെ ചേർന്നിട്ട് സ്ത്രീ വിരുദ്ധനാണ് ഇയാൾ എന്നുള്ള തരത്തിൽ അയാളെ സ്ത്രീ വിരുദ്ധനായ ഒരു മനുഷ്യനാക്കാനാണ് ആദ്യം തന്നെ നോക്കിയത്. ഇപ്പോഴും പാർവതി തിരുവോത്തും അതുപോലെ അങ്ങനെയുള്ള കുറേ ടീമുകൾ, ഈ ടോക്സിക് എന്ന് പറയുന്ന സിനിമയുടെ സംവിധായക ഗീതു, ഇവരെല്ലാവരും കൂടി ഇപ്പോഴങ്ങ് തെറ്റിയിരിക്കുകയാണ്. മാധ്യമങ്ങളിലൊന്നും അത് വന്നിട്ടില്ലെങ്കിലും ഇവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, മമ്മൂക്കയെ പറയാൻ അന്ന് നീ കൂടെ നിന്നിട്ട് ഇപ്പോഴും നീ തന്നെ സ്ത്രീ വിരുദ്ധതയുള്ള ഒരു സിനിമ എടുത്തു വെച്ചിരിക്കുകയാണോ എന്നാണ് ഇവരെല്ലാം ചോദിക്കുന്നത്. അതുമാത്രവുമല്ല, ധനുഷിൻ്റെ സിനിമാ സെറ്റിൽ തനിക്ക് ക്രൂരമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നും പാർവതി പറയുന്നുണ്ട്. പിന്നെ പാർവതി പറയുന്ന മറ്റൊരു കാര്യം, എൻ്റെ അമ്മ പണ്ട് മുതലേ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആണുങ്ങളുടെ കൈ ശ്രദ്ധിച്ച് നടക്കണമെന്ന്. അതൊക്കെ വളരെയധികം മോശമായ കാര്യം തന്നെയാണ്. ഒരമ്മയും അങ്ങനെ പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ചില ആണുങ്ങൾ ശരിയല്ല മോളെ, അവരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഈ അമ്മ തന്നെയാണ് പാർവതിയെ നശിപ്പിച്ചതെന്ന് ഞാൻ പറയുള്ളൂ. അമ്മയുടെ ഈ വാക്ക് ചെറുപ്പം മുതൽ ഇത് തന്നെയാണ് കേൾക്കുന്നത്. ആണുങ്ങളുടെ കൈ ചില ആൾക്കാരൊക്കെ വന്നിട്ട് പറയുന്നത് കേൾക്കാം, എൻ്റെ കുടുംബത്തിൽ അങ്ങനെയുണ്ടായി, എനിക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെയുണ്ടായി. കൈ നീർത്തൊന്ന് കൊടുക്കലേ വേണ്ടത്, അല്ലാതെ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിട്ട് ഈ ചാനലുകളിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ചില ആൾക്കാർക്ക് അതാണ്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നാലാൾ കാണും, കുറച്ച് വിമർശനം ഉണ്ടാകും, കുറച്ച് ഏയും. ഇതൊക്കെയാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും കാണാനുള്ള ഇൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. ഇതിൻ്റെ മേലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വേദന അനുഭവിക്കുന്നത് വയസ്സായ അമ്മാവന്മാരോ ഇല്ലെങ്കിൽ കൊച്ചച്ചന്മാരോ ഇല്ലെങ്കിൽ മറ്റു പലരും, അവരാരെങ്കിലും ആയിരിക്കും. അപ്പോൾ അതുപോലെ പാർവതി വന്ന് പറയുന്നത് എൻ്റെ നെഞ്ചത്ത് പിടിച്ചു, അതുപോലെ തന്നെ എനിക്ക് ഡ്രസ്സ് മാറാൻ എന്നെ പോകാൻ അനുവദിച്ചില്ല. ഈ പാർവതി എന്ന് പറയുന്ന നടി നല്ല വളരെ വളർന്നിരിക്കുന്ന ഒരു സമയത്താണ് ധനുഷിൻ്റെ നായികയായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അവർക്ക് കയറുവാനില്ല, അല്ലെങ്കിൽ അവർക്ക് ഡ്രസ്സ് മാറാൻ ഇടമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ വിശ്വസിക്കാൻ കഴിയുക? തമിഴ് സിനിമയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കയറുവാൻ ഉണ്ടാകും. അതുമാത്രവുമല്ല, അവിടെയുള്ള ചെറിയ നടികൾ ഇപ്പോൾ മലയാളത്തിൽ നിന്ന് പോയിട്ട് ഏതെങ്കിലും ഒരു ചെറിയൊരു വേഷത്തിന് പോലും നടികൾ പോയി കഴിഞ്ഞാൽ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കയറുവാനും നല്ല പിന്നെ ഫെസിലിറ്റീസുമാണ് അവർ നൽകുന്നത്. അങ്ങനെയുള്ള ഈ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ ഇവർ പറയുകയാണ്, ധനുഷിൻ്റെ സിനിമാ സെറ്റിൽ അങ്ങനെ ഒരു സംഭവമില്ല. ധനുഷിൻ്റെ സിനിമാ സെറ്റിൽ എനിക്ക് നനഞ്ഞ വേഷങ്ങളായിരുന്നു, അത് ഞാൻ മാറണമെന്ന് പറഞ്ഞപ്പോഴേ എന്നെ പോകാൻ അനുവദിച്ചില്ല. അതുമാത്രവുമല്ല, ഹോട്ടൽ റൂം മാത്രമേ ഉള്ളൂ, അല്ലാതെ കയറവേനോ ഒന്നുമില്ല. അവസാനം എനിക്ക് പീരീഡ്സ് ആണെന്ന് എനിക്ക് വിളിച്ചു പറയേണ്ടി വന്നു എന്നുള്ള കാര്യങ്ങളാണ് പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന ഈ നടി പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കുറേ പുളു അടിക്കുന്നുണ്ട്. ഉള്ള കാര്യം നല്ല രീതിയിൽ ഇവർ പുളു അടിക്കുന്നുണ്ട്. അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാലാൾ ശ്രദ്ധിച്ചോട്ടെ, നാലാൾ അറിഞ്ഞോട്ടെ എന്നുള്ള രീതിയിലാണ് ഇവരൊക്കെ പറയുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇതൊന്നും സത്യമാകണമെന്നില്ല. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ടോക്സിക് എന്ന് പറയുന്ന സിനിമ? ആ സിനിമ എടുക്കുന്നതിന് മുന്നേ തന്നെ ഗീതുവിന് കൃത്യമായിട്ട് അറിയാം. എടുക്കുന്നതിന് മുമ്പ് ഗീതുവിൻ്റെ നിലപാട് എന്തായിരുന്നു? അതായത് സ്ത്രീ വിരുദ്ധനായ മമ്മൂക്കയെ ഹസബ എന്ന് പറയുന്ന സിനിമയിൽ 2 ഡയലോഗ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സ്ത്രീ വിരുദ്ധനാക്കി നമ്മുടെ മമ്മൂക്കയെ. ഓർക്കണം നിങ്ങൾ. അപ്പം അങ്ങനെ ഇവർ കുറേ ആൾക്കാർ ചേർന്ന് രൂപീകരിച്ച ഒരു സംഘടനയുടെ ബലത്തിൽ ഇവരെല്ലാവരെയും അങ്ങ് അടിച്ചമർത്താം എന്നാണ് വിചാരിച്ചത്. ഏതായാലും മമ്മൂക്കയ്ക്ക് അതിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. മമ്മൂക്ക പിന്നീടും ഈ പാർവതിക്ക് വിളിച്ച് എന്താ പറയുക, അവസരങ്ങൾ വരെ നൽകിയിരുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് മമ്മൂക്ക. ഇപ്പോഴ് പാർവതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും പറ്റിയിട്ട് അങ്ങ് കുറ്റം പറയുകയാണ്. നിങ്ങൾ എവിടെയെങ്കിലും പാർവതി നല്ലത് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഒരാളെ പറ്റി പോലും പാർവതി നല്ലത് പറയില്ല. അതായത് ഇവരെന്തോ ഒരു വലിയൊരു മൈൻഡ്, ഞാനാണ് വലിയവർ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഏതെങ്കിലും ഒരു സിനിമയിൽ, ഞാൻ പറഞ്ഞല്ലോ, ഇവർ പറയുന്നത് വെച്ചാൽ നായകൻ്റെ അതേ വേഷം, തുല്യ വേതനം എനിക്ക് വേണമെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമയിൽ കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ ഇവർ സ്വന്തമായിട്ട് സിനിമ എടുത്തൂടെ? അങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ശരി, എന്നാൽ ഞാൻ തന്നെ നായകനായിട്ടും നായികയായിട്ടും സിനിമ എടുക്കാം എന്ന് കരുതിയിട്ട് അങ്ങനെ എടുക്കാമല്ലോ. അങ്ങനെയൊന്നും ഇവരെടുക്കാൻ നോക്കിയിട്ടുമില്ല.
പാർവതിയുടെ കാര്യത്തിലായാലും അതുപോലെ പാർവതിയെ പോലെ സംസാരിക്കുന്ന ചിലരുടെ കാര്യത്തിലായാലും നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പാർവതിയുടെ ഒരു വാർത്ത മനോരമ ഓൺലൈനിൽ വന്നൊരു ഇതാണ്. അതായത് എനിക്ക് കല്യാണം കഴിക്കണം, അമ്മയാകണം എന്നുള്ള ആഗ്രഹമൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നു. ഇപ്പൊ ആഗ്രഹമൊന്നുമില്ല. ഇപ്പോഴും ഞാൻ മകളെ ദത്തെടുക്കുകയാണ് ചെയ്യുക. മകളുടെ പേര് പോലും ഞാൻ ടാറ്റു ചെയ്തിട്ടുണ്ട്. അതായത് വല്ലവനും യു ആക്കിയ കുട്ടിയെ ദത്തെടുക്കാം, എന്നാൽ തനിക്ക് അമ്മയാകാൻ കഴിയില്ല. എന്തൊരു അവസ്ഥയാണ് ഇത് വളരെ മോശമായ അവസ്ഥ തന്നെയാണ്. ഇതൊരിക്കലും നല്ല കാര്യം എന്ന് പറയാൻ പറ്റുമോ? ഇവരൊക്കെ എന്ത് നല്ലതാണ് ഇവരൊക്കെ സമൂഹത്തിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? എന്ത് നല്ല കാര്യമാണ് ഇവർ ഇതിലൂടെ സമൂഹത്തിന് കൊടുക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഫെയിമിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇവർ പലതും ഇങ്ങനെ പറയും, പല കാര്യങ്ങളും ഇതുപോലെ ഉണ്ടാക്കി പറയും. എന്നിട്ട് നമ്മൾ അതിന്റെ പുറകെ പോയിട്ട് കുറെ വിമർശനങ്ങൾ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പാർവതി ഇങ്ങനെ പറഞ്ഞു, പാർവതി അങ്ങനെ പറഞ്ഞു. ഇപ്പോഴും തന്നെ കണ്ടില്ലേ, പൈസ കിട്ടും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ യാഷ് എന്ന് പറയുന്ന ഒരുത്തന്റെ സിനിമ കിട്ടിയപ്പോഴ് ശരിക്കും ഗീതു മോഹൻദാസിന്റെ സ്വഭാവം മാറിയില്ലേ? അതായത് ഗീതുവിനറിയാം നിലപാടും കൊണ്ട് നിന്നിട്ട് കാര്യമില്ല. ഇവിടെ വേണ്ടത് വിവേകമാണ്. ചില്ലറകൾ തടയുന്ന കേസാണ്. അതായത് ഇത് മര്യാദയ്ക്ക് സിനിമ സംവിധാനം ചെയ്ത് കഴിഞ്ഞാൽ കോടികൾ കയ്യിൽ വരും. ഇത് കൃത്യമായിട്ട് അറിയാവുന്ന ഗീതു മോഹൻദാസ് എന്ത് ചെയ്തു? ആ നിലപാട് അങ്ങ് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. നാളെ ഒരു ദിവസം ഇനി നിലപാട് എടുത്ത് വരും. അത് എടുത്തു വരില്ല എന്നും പറയുന്നില്ല. ഇവരുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉന്നതിയിലായി കഴിഞ്ഞാൽ, ഇവര് സാമ്പത്തികപരമായിട്ട് മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരുടെ സ്വഭാവമാണ്. അതായത് ഒന്ന് നന്നായി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു കുറച്ച് പൈസയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം കുറ്റായിരിക്കും. നീ എങ്ങനെയാണോ ഈ പൈസ ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ചോദിക്കണ്ട, അതെല്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കിയതാണ്, പക്ഷേ ഇനി ആരും ഉണ്ടാക്കരുത് എന്നുള്ള തരത്തിൽ പറയുന്ന ചില ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇത് തന്നെയാണ് അവരുടെ സംഘടനയിലുള്ള ആൾക്കാർക്ക് സംഭവിച്ചത്. എല്ലാവർക്കും സിനിമയും കാര്യങ്ങളും ഉണ്ട്, ഇവർക്ക് കുറച്ച് ആൾക്കാർക്ക് സിനിമയും ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പാർവതിക്കായാലും അതുപോലെ റിമക്കായാലും ഇവരൊക്കെ വിചാരിക്കുന്നത് എന്താ, ഇത് വേണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ട് അവര്. ഇപ്പോഴവരെ കേൾക്കാൻ ആരുമില്ല, അവരെ കാണാൻ ആരുമില്ല, സിനിമയുമില്ല. ഏതെങ്കിലും ഒരു സിനിമ ഉണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ലോ ബഡ്ജറ്റിലുള്ള സിനിമയാണ്. അതിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയ വേഷമായിരിക്കും, പഴയതുപോലെയുള്ള പ്രതാപങ്ങളില്ല. പക്ഷെ മലയാള സിനിമയിൽ കയറേണ്ട പ്രതാപം വേണമെങ്കിൽ മലയാള സിനിമയിലാകണോ? ഇതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അവാർഡ് സിനിമയോ ഇല്ലെങ്കിൽ സംവിധാനം ചെയ്യാൻ അറിയാത്ത ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് ഒരു സിനിമ എടുക്കും, അവൻ്റെ കൂടെയോ അങ്ങനെയൊക്കെ ഇന്ന് കഴിഞ്ഞാലൊന്നും ഒരു ഗുണവുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം ഒരു കാര്യം ചെയ്യണം. അതായത് ഇവരുടെ നിലപാടുകളെല്ലാം പറഞ്ഞോ, പക്ഷെ അത് പാലിക്കപ്പെടാനുള്ളതായിരിക്കണം. പാലിക്കപ്പെടാൻ കഴിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള നിലപാടുമായിട്ട് ഒരിക്കലും വരാനേ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും ഞാൻ പറയുകയാണ്, പാർവതിക്ക് ഇനിയും നല്ല ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതുപോലെയുള്ള ഊളത്തരങ്ങളൊന്നും പറയാതെ എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആണുങ്ങളെ മുഴുവൻ കുറ്റം പറയാൻ കാണുന്ന ചില വ്യഗ്രതകൾ കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും പാർവതിയോട് സഹതാപം തോന്നുന്നത്. അവർക്ക് എന്താണെന്നറിയില്ല, എല്ലാവരോടും പുച്ഛമാണ്, എല്ലാവരോടും പുച്ഛത്തിൽ മാത്രമേ സംസാരിക്കത്തുള്ളൂ. മാത്രമല്ല എല്ലാവരോടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറുപ്പോട് കൂടി സംസാരിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ മമ്മൂക്കാനോടാണ് ഇവർക്ക് എല്ലാവർക്കും ദേഷ്യം. ആ മനുഷ്യൻ എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല കേട്ടോ. അതായത് പാർവതിക്കായാലും രമ്യ നമ്പീശനായാലും മറ്റുള്ളവർക്കായാലും എല്ലാവർക്കും തന്നെ മമ്മൂക്കയോടാണ് ദേഷ്യം. മമ്മൂക്ക മാറിയിക്കണം, മമ്മൂക്കൊക്കെ പ്രായമായി, മമ്മൂക്ക അങ്ങനെയാണ്, മമ്മൂക്ക ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഒരു പ്രഹസനങ്ങളാണ് പിന്നീട് നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ എല്ലാവരും മമ്മൂക്കയുടെ പുറകിൽ നിന്ന് മാറി നിൽക്കുക. അങ്ങേര് എന്ത് പണമെങ്കിലും ചെയ്തോട്ടെ. അങ്ങേര് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ കളങ്കാവിൽ എന്ന് പറയുന്ന സിനിമ കണ്ടില്ലേ ഇറങ്ങിയിട്ട്, അപ്പോൾ ഏതായാലും മമ്മൂക്കേൻ്റെ പുറകിൽ നിന്ന് മാറി നിൽക്കുക. മമ്മൂക്ക എങ്ങനെ കയറിപ്പോകട്ടെ. നന്ദി, നമസ്കാരം.